ഉസിരേ നീ കടലേ സുനു, നിങ്ങൾ വന്ന ഞാനോടൊരു പണി ചെയ്തോണ്ടിരിക്കല്ലേ. രാവിലെ തന്നെ ഫോൺ പിടിച്ചോണ്ടിരിക്കും. അന്ന് അടുക്കളയിൽ എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കില്ല. സുലു 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 എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരുന്നോളൂ. എടി, നീ ഇങ്ങോട്ടൊന്ന് വന്നേ, ഒരു കൂട്ടം കാണിക്കാനാ. മനുഷ്യനെ കൊണ്ട് തോറ്റ്. എന്തുട്ട മനുഷ്യ, നിനക്ക് എന്തിട്ട വേണ്ടേ? സുലു, ഈശ്വരൻ കളക്ഷൻ നോക്കിയേ. എന്തോരം കളക്ഷൻസാ, അടിപൊളി ഓഫറുകള്. നമുക്ക് കുറച്ച് ഡ്രസ് ബുക്ക് ചെയ്യാലോ, ഇപ്രാവശ്യത്തെ ഓണക്ക് പൊളിക്കാം. ഓ, ഇപ്രാവശ്യത്തെ ഓണം നിങ്ങക്ക് തലയ്ക്ക് വല്ല പിരി ഇളകി കിടക്കണ്ട. എന്റെ മനുഷ്യ, ഇത്തവണ ഓണം ആഘോഷിക്കാൻ പറ്റുമോ? എങ്ങനെ ആഘോഷിക്കണേ? വയനാട് ഇതുമാതിരി കരഞ്ഞ് തളർന്ന് കിടക്കുമ്പോ നമ്മൾ എങ്ങനെ മനുഷ്യ മനസ്സറിഞ്ഞ് ഓണം ആഘോഷിക്കണേ? അതും പോട്ടെ, മീഷോന്ന് പർച്ചേസ് ചെയ്യാന്ന്. നിങ്ങൾ സമ്മതിക്കണം. അതെന്താ സുലു നീ അങ്ങനെ പറഞ്ഞേ? മീഷോയിലെന്ത് കുഴപ്പം? ഇത്ര നാള് ഇതിലല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യാറ്, അല്ല പിന്നെ? അതെ, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റെ പുഷ്കു, ഇത്ര നാൾ നമ്മ മീഷോന്നൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേർന്നേ, ഇല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണോട്ടാ. ഈ വയനാട് ഇതുപോലെ വലിയൊരു പ്രശ്നം നിറഞ്ഞിട്ട് ഏത് ഓൺലൈൻകാരുണ്ടാണ് സഹായിക്കാനായിട്ട്? ഏതെങ്കിലും ഓൺലൈൻകാർ എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ന്യൂസിലോ മൊബൈൽ ഫോണിലോ എന്തിനെങ്കിലും നിങ്ങൾ കണ്ട പറഞ്ഞ? അത് നീ പറഞ്ഞ കാര്യമാണ് സുലു. പക്ഷെ മീഷോയിലെ ഓഫർ നോക്കിയേ, എന്തൊരു ഓഫറുകളാ. പക്ഷെ നമുക്ക് വാങ്ങിക്കുന്നുണ്ടെന്ന് കുഴപ്പം. ബെസ്റ്റ് കുഴപ്പേ ഉള്ളൂ, മനസ്സിലായ? ഇത്ര നാളും നമ്മളെ പോലുള്ള കുറെ കസ്റ്റമേഴ്സ് ഈ കേരളത്തിൽ നിന്നും ഈ വയനാടായാലും ഏത് സ്ഥലമായിക്കോട്ടെ പല മുക്കിന്നും മൂലന്നൊക്കെ ഈ പറഞ്ഞ ഓൺലൈനിൽ നിന്നും മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും സ്നാപ്ഡീലിൽ നിന്നും ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. പക്ഷെ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് നമ്മുടെ കേരളത്തിലെ ചെറുകിട വ്യവസായികൾ ഉണ്ടായുള്ളൂ. എന്താ ചെറുകിട അല്ല, വലിയ ആൾക്കാരായാലും നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരുണ്ടായുള്ളൂ, മനസ്സിലായ? അവരൊക്കെ അവർക്കടെ കടയിലിരുന്ന ഫുൾ സാധനങ്ങളാണ് കയറ്റി വയനാടിക്ക് വണ്ടി വിട്ടെ. ഈ പറഞ്ഞ ഓൺലൈൻകാർ ആരെങ്കിലും വന്നാ എന്തെങ്കിലും ഉണ്ടെന്ന് ഒരു പല്ലിനെങ്കിലും ബ്രഷോ ഒരു പേസ്റ്റോ എന്തിന് കൊച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മിഠായി പോലും വാങ്ങിച്ച് വല്ലോരും ഈ വയനാടിക്ക് ചവിട്ടിയ. നീ പറഞ്ഞ കാര്യമാണ്, ഞാനും അത്ര ആലോചിച്ചില്ല. നീ ഇങ്ങനെ കടന്ന് ബി.പി കൂട്ടണ്ട. പിന്നെ ബി.പി കൂടാണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ പ്രാന്ത് വരികയാണ്. നമ്മൾ എന്തോരം പൈസ മോനെ ഓൺലൈനിൽ ബിസിനസ്സുകാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. അവർ ആ പൈസ നമുക്കൊരു ആപത്ത് വന്നപ്പോൾ അവരാരും ആ പൈസ എടുത്തൊന്നും നമുക്ക് തന്നില്ലല്ലോ. ഈ പറഞ്ഞ വയനാടിക്ക് ഒരു രൂപ തന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ പുറത്തായാലും അകത്തായാലും എത്ര കച്ചവടക്കാരാണ്. എനിക്ക് തന്നെ അതിശയായിപ്പോയി. അവരുടെ കടയിൽ മൊത്തം സാധനങ്ങളാണ്. ചെറിയ ചെറിയ കടയായാലും വലിയ വലിയ കടക്കാരായാലും എടുത്തുകൊണ്ട് വയനാട്ടിലേക്ക് കൊണ്ട് ഓടിയത്. നമ്മൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്രമല്ലേ ഇവരോടൊക്കെ ചെയ്തത്, ഓൺലൈനിൽ നിന്ന് ഓരോന്ന് വാങ്ങിച്ചിട്ട്. പാവങ്ങള്. എന്റെ സുലു, ഇത്ര നാളും നീ പറഞ്ഞ മണ്ടത്തരങ്ങളെല്ലാം ഞാൻ കേട്ടു. പക്ഷെ ഇപ്പൊ നീ പറഞ്ഞത് നഗ്ന സത്യമാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പർച്ചേസ് ചെയ്യാം. ഇതേ തൃശ്ശൂരിൽ നിന്ന് നീ പോയി ഡ്രസ്സ് മാറും. ഇപ്പോഴെങ്കിലും നിങ്ങളുടെ തലയിൽ വെളിച്ചം വീശിയില്ല. ഇങ്ങനെ സ്നേഹമുള്ളൊരു കെട്ടിയോ. ഞാൻ പോയി ഡ്രസ്സ് മാറട്ടെ, നമുക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കാം. ഓക്കെ കേട്ടാ, നമുക്ക് എല്ലാ കടയിലും കയറാം. ദൈവമേ, പറഞ്ഞത് അബദ്ധായ. ഇവളി തന്നെ മുടിപ്പിക്കോ? ഏത് നേരത്താണ് ആ മീഷോ നോക്കാൻ കണ്ടത്? കഷ്ടം. പോക്കറ്റ് കാലിയാവും. Subscribe now your funniest YouTube channel Archangel.